രക്തകന്യക മാന്ത്രിക നോവൽ അധ്യായം 3. ഗായത്രി വേറെ ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു. രാത്രി ഏറെ ഭയപ്പെടുത്തുന്നത് പോലെയാണ് തറവാട്ടിലുള്ളവർക്ക് തോന്നിയത്. ചന്ദ്രമലയിൽ നിന്നും ബാല്യക്കാർ വന്നു കളമൊരുക്കി. ദാസൻ നമ്പൂതിരി കർമ്മങ്ങൾ ചെയ്യാതെ ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. രാത്രിയുടെ ഇരുൾ പടർന്നു തുടങ്ങിയപ്പോൾ മുതൽ പ്രകൃതിയുടെ ഭാവവും മാറി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് നല്ല ശക്തിയായി മഴയും കാറ്റും തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാറ്റിൻ്റെയും വരവിലും ആ മന തകർത്തു പോവും എന്ന രീതിയിലാണ് കുട്ടികൾ ഭയന്ന് വിറച്ചതുപോലെ ഇരിക്കുകയാണ്. ഗായത്രിയുടെ അമ്മ സീതാന്തർജനം പൂജാമുറിയിലെ നിലവിളക്കിന് തിരികൊളുത്തി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കുട്ടികളെല്ലാവരും പൂജാമുറിയിലെത്തി. പ്രാർത്ഥന തുടങ്ങിയപ്പോൾ മുതൽ ഗായത്രി വളരെ അസ്വസ്ഥതയായിരുന്നു. അവൾ വളരെ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്. വല്യമാമ, ചന്ദ്രമനയിലെ ദാസൻ നമ്പൂതിരിയോട് ഏതോ അഘോരിയുടെ കഥ പറഞ്ഞില്ലേ, അതെന്താണ്? തറവാട്ടുകാരനവർ ചുറ്റും കൂടിയിരുന്ന കുട്ടികളിൽ ഒരാൾ ചോദിച്ചു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ കുട്ടികളുടെ ഒരു മോചനത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ് എന്ന് തോന്നിയിരുന്നു. പറഞ്ഞു തരാം അച്ഛാ. അതിലൽപ്പം പേടിയുള്ളത് കൊണ്ടാവണം സീതാന്തർജനം അച്ഛനെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചു. അവരും അറിയട്ടെ മോളെ. നമുക്ക് ശേഷവും ഈ നിലവറയും ആചാരങ്ങളും നിലനിന്ന് പോകട്ടെ. വല്യമാമ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ഒരു വലിയ തറവാടിൻ്റെ വലിയൊരു കഥയാണ്. നമുക്ക് ഈ തറവാടിൻ്റെ അങ്ങേ കരയ്ക്ക് ഒരു ചെറിയ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്നാൽ ആ വീട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കുറേ മാലാരുമാരുള്ള ഒരു വലിയ വീടായിരുന്നു. നമ്മുടെ തറവാടമ്പലങ്ങളിൽ ചെണ്ട കൊട്ടിയിരുന്നത് അവരായിരുന്നു. അത്യാവശ്യം മന്ത്രതന്ത്രങ്ങളൊക്കെ അവർക്കറിയായിരുന്നു. അവിടെ നിന്നുള്ള വിജയൻ എന്ന ചെറുപ്പക്കാരൻ നമ്മുടെ ഈ മനയിൽ സ്ഥിരം സന്ദർശകനായിരുന്നു. മുത്തശ്ശനും തറവാട്ടിലെ എല്ലാവർക്കും അവന് വലിയ കാര്യമായിരുന്നു. അമ്പലങ്ങളിലെ പൂജ മുഴുവൻ അവൻ ചെയ്യുമായിരുന്നു. ആ ഇടയ്ക്കാണ് അവിടെ അടുത്തുള്ള സെമിത്തേരികളിൽ നിന്നും ജഡങ്ങൾ കാണാതായി എന്ന പരാതി വരുന്നത്. കല്ലറയിലടക്കിയ സുന്ദരിയായ യുവതി നാട്ടിൽ വലിയ ചർച്ചയായി. ആളുകൾ പല വഴിക്കും അന്വേഷിച്ച് നടന്നു. പക്ഷേ ആർക്കും കിട്ടിയില്ല. അന്നൊരു ദിവസം രാത്രിയിൽ ആ വീട്ടിലെല്ലാവരും ഉറക്കമായപ്പോൾ പെൺകുട്ടിയുടെ മുറിയുടെ ജനാലക്കൽ ഒരാൾ വന്നു നിന്നു. അയാൾ അവളെ നോക്കി. അവളൊരു മഞ്ഞ് പോലെ ജനാലിനരികിലേക്ക് വന്നു. അയാൾ പതുക്കെ അവളുടെ കവിളുകളേക്കൊന്ന് തലോടി. നിനക്ക് അകത്തേക്ക് വന്നൂടെ? അവൾ അവനോട് ചോദിച്ചു. സമ്മതം കിട്ടേണ്ട താമസം. ഒരു പുക പോലെ അയാൾ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. ഇംഗ്ലീഷ് രാജ്യങ്ങളിലെ പോലെ ഏതോ ഒരു സംഗീതം ആ മുറിയിലേക്ക് കടന്നു വന്നു. അയാൾ അവൾക്കൊപ്പം ചുവടുവെച്ചു. പതിയെ അയാളുടെ പല്ലുകൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ഒരു ശബ്ദം പോലുമില്ലാതെ അവൾ അങ്ങനെ യാത്രയായി. രാവിലെ പള്ളിമേടയിലെ കൂട്ടമണി കേട്ടാണ് എല്ലാവരും ഉണർന്നത്. ഒരു വീട്ടിലെ അടുപ്പിച്ച 2 മരണങ്ങൾ ആ നാടിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. അവളുടെ ശരീരമാകെ വിളറി വെളുത്തിരുന്നു. ക്രിസ്ത്യൻ ആചാരപ്രകാരം ആ മൃതദേഹം അടക്കം ചെയ്തു. പക്ഷേ ഒരു രാത്രിക്കപ്പുറം ആ വാർത്ത വീണ്ടും നാടിനെ വല്ലാതെ പേടിപ്പെടുത്തി. സെമിത്തേരിയിൽ ആളുകൾ അങ്ങനെ ഓടിക്കൂടി. കുട്ടികളെല്ലാവരും വല്യമ്മയുടെ മുഖത്തെ ആ കഥയുടെ ഭാവം കേട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്താ അവിടെ സംഭവിച്ചത്? കുട്ടികളിൽ ഒരാൾ ആകാംക്ഷയോട് ചോദിച്ചു. ആ ശവശരീരവും അവിടെ നിന്നും കാണാതായി. അങ്ങനെ ആകെ ബഹളമയമായിരുന്നു. ആ പള്ളിയിലെ അച്ഛന് വലിയ സംശയമുണ്ടായിരുന്നു. ഈ മൃതദേഹ കവർച്ചയിൽ ഏതെങ്കിലും ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയാണോ ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം ഈ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ തറവാട്ടിലേക്ക് വന്നു. നാട് വളരെ ഒത്തൊരുമയിൽ പോകുന്നതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആശങ്ക മുത്തശ്ശനെ അറിയിച്ചു. കുറേ നേരം ആലോചിച്ചിരുന്ന മുത്തശ്ശൻ അച്ഛനെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അവിടെ നിന്നും അച്ഛനെ പറഞ്ഞയപ്പിച്ചപ്പോഴാണ്
വിജയൻ അങ്ങോട്ട് വന്നത്. അയാളുടെ കണ്ണുകളിൽ കറുപ്പ് ചായം നിറഞ്ഞിരുന്നു. എന്താണ് വിജയ, എവിടെയായിരുന്നു താൻ? തിരയുണ്ടായിരുന്നു, അവിടെയായിരുന്നു. അവനോട് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വലംപിരി ശംഖ് കണ്ടത്. അവൻ്റെ അരയിൽ ആരും കാണാതെ സൂക്ഷിച്ചിരിക്കുന്ന വലിപ്പമുള്ള ഒരു ശംഖ്. പഞ്ചഭൂതങ്ങളെയും കോട്ടയും മലയും വിളിച്ചുണർത്താൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. തിരകെട്ടിയാടുന്നവർ ഒരിക്കലും അത് കൈകൊണ്ട് തൊട്ടുപോലും നോക്കാറില്ല. അർദ്ധരാത്രിയുടെ നാഴികകളിൽ ദുർമന്ത്രവാദിനികളുടെ കൂട്ടാണ് ആ ശംഖ്. അങ്ങുന്നേ, മാന്ത്രിക നിലവറയിൽ നിലവിളക്കിലെ ഒരു പ്രത്യേകതരം എണ്ണയാണ് ഒഴിക്കാറ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കത്തുമ്പോൾ അഞ്ജനം മണക്കുന്ന, എരിഞ്ഞു തീരുമ്പോൾ സുഗന്ധം പരക്കുന്ന എണ്ണ. എന്താണ് അതിൻ്റെ കൂട്ട്? ആര് പറഞ്ഞു നിന്നോട് ഇതൊക്കെ? അതൊക്കെ എനിക്കറിയാം. മുത്തശ്ശനൊന്ന് ഇരുത്തി മൂളി. മുത്തശ്ശൻ്റെ മനസ്സിൽ നിറയെ വിജയന്റെ അരയിലെ ശംഖായിരുന്നു. നിലവറയിൽ ആർക്കും അറിയാത്ത എണ്ണയെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യവും ഇവനെങ്ങനെ അറിഞ്ഞു? പതിയെ നിലവറയുടെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കയറിയ മുത്തശ്ശൻ ഒന്ന് ഞെട്ടി. നിലവറയിലെ വറ്റി വരണ്ടിരിക്കുന്ന വിളക്കുകൾ ഒരിക്കലും നിലയ്ക്കാത്ത എണ്ണപ്രവാഹവും നിലച്ചിരുന്നു. അപൂർവ ഗന്ധങ്ങളായ കൂടുമാറ്റവും പരകായ പ്രവേശനവും ചാത്തൻ സേവ ഈ ഗ്രന്ഥങ്ങൾ കാണാതെയായിരിക്കുന്നു. ഇരുട്ടു നിറഞ്ഞ് ശ്മശാനമുഖം നിറഞ്ഞ അപരിചിതമായ ഒന്നായി തോന്നി നിലവറ. നിലവറയിൽ നിന്നും മോഷണം പോയ സാധനങ്ങൾക്ക് വിജയനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിൽ തോന്നിത്തുടങ്ങി. അതീവ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന മന്ത്രങ്ങളാണവ. ആഭിചാര പ്രക്രിയയിലൂടെ കുടില ബുദ്ധി ചില കാര്യങ്ങൾ ഇപ്പോൾ കൂട്ടി വായിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അറിയേണ്ടത് അവനൊപ്പം ആരൊക്കെയുണ്ട് എന്നതാണ്. തറവാട്ടിൽ ആരുടെയോ സഹായമില്ലാതെ അവൻ എങ്ങനെയാണ് നിലവറയിലെത്തിയത്? തിരിച്ചു മുകളിലെത്തിയ മുത്തശ്ശൻ എന്തൊക്കെയോ ആലോചിച്ച് ചാരുകസേരയിൽ കിടന്നു. വൈകുന്നേരം തറവാട്ട് ക്ഷേത്രത്തിൽ തൊഴുതു പുറത്തേക്കിറങ്ങിയപ്പോഴാണ് വിജയനെ കണ്ടത്. പുറമേ നിന്നും ആരും ആ ക്ഷേത്രത്തിൽ തൊഴാൻ വരാറില്ല. ഇവൻ ഇവിടെ എന്താണ് കാര്യം? എന്തേ? ഒന്നുമില്ല, അങ്ങനെ അടിയനെ വയ്യാതിരുന്നപ്പോൾ ഒരു നേർച്ചയുണ്ടായിരുന്നു, ഇവിടെ സർപ്പക്കാവിൽ വിളക്ക് വെക്കാൻ. അതിനുവേണ്ടി വന്നതാ. ശരി. മുത്തശ്ശനൊന്ന് മൂളി നടന്നുവെങ്കിലും അയാൾ പറഞ്ഞത് ഒരു വിശ്വാസം വന്നില്ല. പതിയെ വഴിയിലൂടെ വന്ന് കാവിനകത്തേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച മുത്തശ്ശനെ വല്ലാതെ ഭീതിപ്പെടുത്തി. എന്തായിരുന്നു അത്? മക്കളെല്ലാവരും ആകാംക്ഷയോട് ചോദിച്ചു. തറവാട്ട് കുളത്തിനോട് ചേർന്നൊരുക്കിയ കളം, ഒരു വലിയ പൂജയ്ക്കെന്ന പോലെ ഒരുക്കിയ ഹോമകുണ്ടങ്ങൾ. കരികൊണ്ടാണ് കളം ഒരുക്കിയിരിക്കുന്നത്. ഇരുട്ട് നിറഞ്ഞു തുടങ്ങിയ കാവിൽ ഒരു അന്ധകാരം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൽത്തൂണുകളിൽ പതിയെ പ്രകാശം നിറഞ്ഞ് അവ വിളക്കുകളായി പ്രകാശിച്ചു തുടങ്ങി. അയാൾ ഒരു പിടി ഭസ്മം അയാളുടെ മുഖത്തും ശരീരങ്ങളിലും ചാർത്തി. എല്ലാ ദിവസങ്ങളിലും ഇല്ലത്ത് വന്നു പോകുന്ന ആ ചെണ്ടക്കാരൻ പയ്യനെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. പകരം മഹാമാന്ത്രികനായ ഒരു പരിക്കൻ. ഒറ്റക്കറുത്ത മുണ്ടിൽ അയാളുടെ ആരോഗ്യദൃഢമായ ശരീരം കാണാമായിരുന്നു. എന്തൊക്കെയോ മന്ത്രങ്ങൾ അയാൾ ചൊല്ലുന്നുണ്ട്. അഗ്നികുണ്ഡങ്ങൾ ആളിക്കത്തി. അയാൾ മലരും പൂവും അതിലേക്ക് വർഷിക്കുന്നുണ്ട്. വീണ്ടും മന്ത്രങ്ങൾ ഉയർന്നു. അവിടെ കെട്ടിയിരുന്ന ഒരു പൂവൻ കോഴിയെ അയാൾ തലയെറുത്ത് ഹോമകുണ്ടത്തിലേക്ക് എറിഞ്ഞു. പെട്ടെന്ന് ഒരു കറുത്ത പുകയുയർന്നു. ആ പുകയെ നോക്കി അയാൾ എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ മുത്തശ്ശൻ ആകെ പരിഭ്രാന്തനായിരുന്നു. പിന്നീട് അവിടെ നടന്നതൊക്കെ ആരെയും ഞെട്ടിക്കുന്നത് പോലെ ഒന്നായിരുന്നു. അമ്പലക്കുളം ആകെ ഒന്ന് ഇളകി മറിഞ്ഞു. വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഒരു സ്ത്രീരൂപം പൊന്തി വന്നു. പരിപൂർണ നഗ്നയായ അവൾ അവനു മുന്നിൽ അങ്ങനെ നിന്നു. ആ പെൺകുട്ടിയെ കണ്ട് മുത്തശ്ശൻ ഒന്ന് ഞെട്ടി. 2 ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ആ പെൺകുട്ടിയായിരുന്നു അത്. അവൻ തയ്യാറാക്കിയ കളത്തിൽ വന്നിരുന്നു. വീണ്ടും അവൻ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. ദൂരെ നിന്നും ഒരു സ്ത്രീരൂപം നടന്നു വരുന്നത് കാണാമായിരുന്നു. തൻ്റെ കണ്ണുകൾക്ക് എന്ത് ഭ്രമമാണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയുന്നില്ല. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ. ദൂരെ നിന്നും തറവാട്ടിലെ ഏറ്റവും ഇളയ തമ്പുരാട്ടി നടന്നു വരുന്നു. കാൽമുട്ട് വരെ നീളുന്ന മുടിയുള്ള ഗോതമ്പ് നിറമുള്ള തറവാട്ടിലെ സുന്ദരി. ഇവൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്നാലോചിക്കുമ്പോഴേക്കും അയാൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കാഴ്ചകൾ കണ്ടു നിൽക്കുകയല്ലാതെ
ഒന്നനങ്ങാൻ പോലും ആ മുത്തശ്ശന് കഴിയുമായിരുന്നില്ല. ഒടുവിൽ നീ വന്നുവല്ലേ, അത്രയ്ക്ക് മോഹിച്ചു പോയി നിന്നെ ഞാൻ. അവളുടെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ലായിരുന്നില്ല. നിന്നെ ഇവിടെ ഈ നിമിഷം എൻ്റെ കയ്യിൽ കിട്ടാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ? നിനക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. നിന്റെ തലയിലെ ഭംഗിയുള്ള ഒരു മുടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നീ എന്നും ഇഷ്ടത്തോടെ കയ്യിൽ അണിഞ്ഞിരുന്ന വളപ്പൊട്ടുകളിലൊന്നും. വശീകരണ മന്ത്രം ചൊല്ലി വലിയ കോട്ടമലയുടെ ദുർഗാദേവിയുടെ വിഗ്രഹത്തിനടിയിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെയല്ലാതെ ഇനി നിനക്ക് ആരെയും ഇഷ്ടപ്പെടാൻ കഴിയില്ല പെണ്ണെ. ഇത്രയൊക്കെ കേട്ടിട്ടും അവളൊന്നും അറിയാത്തതുപോലെ അവനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അയാൾ മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിക്കുന്നു. അവനൊരു പാമ്പിനെ പോലെ അവളുടെ ശരീരത്തിന് ചുറ്റിപ്പുണരുന്ന കാഴ്ചകൾ കാണാതെ അദ്ദേഹം കണ്ണുകൾ അടച്ചു. അന്നത്തെ ആ രാത്രി അയാൾക്ക് വളരെ ഭയാനകമായിരുന്നു. മരിച്ച ആൾക്ക് എങ്ങനെ ജീവൻ കിട്ടിയെന്നത് അദ്ദേഹത്തിനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. കല്ലറയിൽ മരിച്ച് മുഴുവൻ അന്ത്യകൂദാശയും കൊടുത്ത ആ ക്രിസ്ത്യൻ പെൺകുട്ടി അവനരികിൽ എത്തുന്നുവെങ്കിൽ തോൽപ്പിക്കാനാവാത്ത ഒരു ശക്തിയായി അവൻ മാറിയെന്നല്ലേ അതിൻ്റെ അർത്ഥം. അവിടെയുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയാതെ അയാൾ ഓടുകയായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ച് ഉറക്കറയിലേക്ക് പോകുന്ന അച്ഛൻ പള്ളിയുടെ വാതിൽ നന്നായി മുട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വാതിൽ തുറന്നു. തണുത്തുറഞ്ഞു നിൽക്കുന്ന ഈ ശൈത്യകാലത്തും വേർത്തു നിൽക്കുന്ന മുത്തശ്ശൻ തമ്പുരാനെ നോക്കി പള്ളിയിലച്ഛൻ ചോദിച്ചു, വരൂ, അകത്തേ ഇരിക്കി. എന്താ ഈ രാത്രിയിൽ? അദ്ദേഹം പേടിയോടെ ചുറ്റിനും നോക്കി. അകത്തേക്കിരുന്നു. അച്ഛൻ അകത്തു നിന്നും കുടിക്കാൻ വെള്ളം തിരുമേനിക്ക് കൊടുത്തു. എന്താണ്, വല്ലാതെ അസ്വസ്ഥനാണല്ലോ? അച്ചോ, ഞാനൊരു വല്ലാത്ത കാഴ്ച കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് ശേഷം ആരും അങ്ങനെ പോകാറും വരാറുമില്ല. പക്ഷേ ഇന്നൊരു അബദ്ധത്തിൽ ഞാൻ അവിടെ വരികയുണ്ടായി. അവിടെ കണ്ട കാര്യങ്ങൾ മുഴുവൻ മുത്തശ്ശൻ വള്ളിപുള്ളി തെറ്റാതെ അവതരിപ്പിച്ചു. പള്ളിയിലച്ഛൻ വളരെ നേരം എന്തോ ആലോചിച്ചു നിന്നു. നീചകൃത്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് തിരുമേനി. ഞങ്ങളുടെ മതത്തിൽ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചു പറയുക എന്നല്ലാതെ ഇത്തരം മാന്ത്രിക കർമ്മങ്ങളൊന്നുമില്ല. മാന്ത്രിക കർമ്മങ്ങൾ അറിയുകയും ചെയ്തും കൊണ്ടിരുന്നത് കടമുറ്റത്ത് കത്തനാർ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ മരിച്ച പെൺകുട്ടിയെ എല്ലാ കൂതാശകളും കൊടുത്തടക്കിയതാണ്. അതൊരു പ്രേതമായി ഇറങ്ങിയാൽ നമ്മൾ എന്തെങ്കിലും മാന്ത്രികന്മാരെ തന്നെ തിരിച്ചു വരുത്തേണ്ടി വരും. അതാണച്ചോ, നമ്മുടെ മാന്ത്രികപ്പുരയിൽ നിന്നും അപൂർവങ്ങളായ ചില ഗ്രന്ഥങ്ങളും വസ്തുക്കളും നഷ്ടമായിട്ടുണ്ട്. എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇവിടുന്ന് കുറച്ച് മാറി ചന്ദ്രമന എന്നൊരു മനയുണ്ട്. പ്രസിദ്ധമായ തറവാടും മാന്ത്രികനുമാണ്. നമുക്ക് അവരെ ഒന്ന് വരുത്തിയാലോ? അത് തമ്പുരാൻ്റെ ഇഷ്ടം പോലെ. അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സ് വല്ലാതെ നോവുന്നത് പോലെ, നാടിന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ചന്ദ്രമനയിലേക്ക് ആളെ വിടാനല്ല, നേരിട്ട് പോവാനാണ് തോന്നിയത്. പിന്നെയൊന്നും ആലോചിച്ചില്ല. ചന്ദ്രമനയിലേക്കൊരു യാത്രയായിരുന്നു. അവിടുത്തെ മൂത്ത കാരണവർ അതിഥിയെ കണ്ടൊന്ന് അമ്പരന്നു. ഹായ്, എന്താ ഇത്? എന്തേലും വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ ആളെ വിട്ടാൽ മതിയായിരുന്നല്ലോ. അങ്ങ് തന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കരുതിക്കോളൂ. ഒരു നാടിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഓ, എങ്കിൽ വരൂ. അവർ രണ്ടുപേരും അകത്തേക്കിരുന്നു. തിരുമേനി ചന്ദ്രമനയിലെ കാരണവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പള്ളിയിൽ അച്ഛനെ കണ്ട കാര്യവും ബോധിപ്പിക്കാൻ മറന്നില്ല. കുറേ നേരം എന്തോ ആലോചനകൾക്കിടയിൽ അയാൾ തിരുമേനിയൊന്ന് നോക്കി. ഒന്നിവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാം. അയാൾ പോയി 2-3 മിനിറ്റിനുള്ളിൽ നന്നായി മണിയടിക്കുന്ന ശബ്ദം കേൾക്കാൻ. പിന്നെ പതിയെ ഒരു കൈവിളക്കുമായി അദ്ദേഹം മുറിയിലേക്ക് വന്നു. ഒരു ചെറിയ ഓട്ടുകിണ്ണി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിറയെ കുങ്കുമം പുരട്ടി ഒരു ഉയരമുള്ള ഗ്ലാസ്സിൽ കമഴ്ത്തി വെച്ച് വേറെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഗ്ലാസും കുങ്കുമവും കലർത്തിയ പാത്രവും അതിലേക്ക് ഇറക്കി വെച്ചു. ചെറിയൊരു മെഴുകുതിരി കത്തിച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചു. ചില മന്ത്രങ്ങൾ ജപിച്ചു. അയാൾ ആ വെള്ളത്തിലേക്ക് നോക്കി. തിരുമേനി പറഞ്ഞത് ശരിയാണ്, കാഴ്ച പോലും മറച്ചിരിക്കുന്നു. നിങ്ങളിവിടെ വന്നതുപോലും ചിലപ്പോൾ അവൻ അറിഞ്ഞിട്ടുണ്ടാവും. ആ വൃദ്ധൻ തലകുനിച്ചിരുന്നു. കവടിപ്പലക നിരത്തി കണ്ണുകൾ അടച്ച് അയാൾ പ്രാർത്ഥിച്ചു തുടങ്ങി. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റു. എല്ലാം
തുണിസഞ്ചിയിൽ വാരി നിറച്ചു. തമ്പുരാനെ, നമുക്ക് ഉടനെ പുറപ്പെടണം. ഒരു രാത്രി, 24 നാഴിക, അത് മാത്രമേ ഇപ്പം നമുക്ക് ബാക്കിയുള്ളൂ. ഒന്നും മനസ്സിലാവാതെ മുത്തശ്ശൻ തമ്പുരാൻ അയാളെ ഒന്ന് നോക്കി. 24 നാഴിക, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അയാൾ സർവശക്തനാണ്. കേട്ടപ്പോൾ തറവാട്ടിലെ മുത്തശ്ശന് ഒരു മരവിപ്പ് മാത്രമായിരുന്നു. അവർ രണ്ടുപേരും യാത്ര തിരിച്ചു. വഴിയിലുടനീളം തറവാട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ചന്ദ്രമനയിലെ മാന്ത്രികൻ. ഇരുട്ട് കട്ട പിടിച്ച തറവാട്ട് ക്ഷേത്രത്തിലെ കൽച്ചുമരുകളിൽ എണ്ണത്തിരികൾ എരിയുന്നുണ്ട്. ചുറ്റും നോക്കി. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവർ തറവാട് ക്ഷേത്രത്തിലെ അകത്തളത്തിലേക്ക് കയറി. വിഗ്രഹത്തിനു മുന്നിൽ പതിയിരുന്നു. അമ്പലത്തിന്റെ വാതിലടച്ചു. മരത്തിന്റെ കൊത്തുപണികൾ നടത്തിയ ആ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒരു സുഗന്ധം നിറഞ്ഞിരുന്നു. തറവാട്ടുകാരനവർ 2 കൈകൾ കൊണ്ട് വിഗ്രഹത്തിനെ മുറുകെ പുണർന്നു. ദേവി, ഈ നാട് നശിപ്പിക്കാനുള്ള അവന്റെ നീക്കത്തിന് നീ തന്നെ തടയിടണം. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്പലത്തിന്റെ ചുറ്റും വിജനമായിരുന്നു. ഇടയ്ക്ക് എന്നുള്ള ശബ്ദം കേൾക്കാമായിരുന്നു. തറവാട്ടിലെ കാരണവർ ചന്ദ്രമനയിലെ മന്ത്രവാദിയെ അത് കാണിച്ചു കൊടുത്തു. പത്തി വിടർത്തിയാടുന്ന സ്വർണനാഗം. അവൻ ദേവിക്കലങ്കാരമായി കഴുത്തിൽ തൂങ്ങുന്നതാണല്ലോ. ഇന്ന് പുതിയ 2 അതിഥികളെ കണ്ടപ്പോൾ അവനും അത്ഭുതമായിട്ടുണ്ടാവും. ചന്ദ്രവദനയിലെ മന്ത്രവാദിക്കാരനവർ അത് പറയുമ്പോൾ തറവാട്ടുകാരനവർ 2 കൈയും കൂപ്പി നമസ്കരിച്ചു. നാഗരാജ, നീ അറിയുന്നില്ലേ ഇവിടുത്തെ അവസ്ഥകളൊക്കെ? അവൻ്റെ ശക്തിക്ക് മുന്നിൽ നീയും നിസ്സഹാനായിപ്പോയോ? പതിയെ തലയാട്ടിയ നാഗം പത്തി താഴ്ത്തി ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. പെട്ടെന്ന് അന്തരീക്ഷം കിടങ്ങുമാറ് ഒരു ശംഖുനാദമായിരുന്നു. തറവാട്ടമ്പലത്തിനോട് ചേർന്നുള്ള കുളത്തിൽ വെളിച്ചം തെളിഞ്ഞു. അവൻ ആ വെളിച്ചത്തിന് നടുവിൽ നിന്നും ചെണ്ടക്കാരുടെ തറവാട്ടിലെ ചെറുപ്പക്കാരൻ അവൻ്റെ ശരീരങ്ങളിൽ എണ്ണത്തിളക്കം കാണാമായിരുന്നു. കരി തിളങ്ങുമ്പോഴൊക്കെ അവൻ്റെ മുഖങ്ങളിൽ ഭീകരത തിളങ്ങി. പതിയെ എന്തൊക്കെയോ മന്ത്രിച്ച് അവൻ ഭസ്മം വാരി വിതറി. മുൻപ് കണ്ടതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത ചിത്രങ്ങളൊക്കെ വീണ്ടും കാരണവരുടെ മുന്നിൽ തെളിഞ്ഞു തുടങ്ങി. തറവാട്ടിലെ സുന്ദരിയായ പെൺകുട്ടി അവൻ അരികിലേക്ക് നടന്നു വരുന്നു. കാൽമുട്ടുവരെ നീണ്ട അവളുടെ മുടിയിഴകളെ അവൻ വാരി മൂക്കിനോടടുപ്പിച്ചു. അതിൻ്റെ മത്തിൽ അവൻ അവളെ ഒന്ന് നോക്കി. ഇന്നൊരു രാത്രി, ഒരു രാത്രി മാത്രം മതി എനിക്ക് സ്വന്തമാവാത്ത നിന്നെ എൻ്റെ ആഗ്രഹങ്ങൾക്കൊടുവിൽ ഒരു രക്തരക്ഷസായി ഞാൻ ഉപയോഗിക്കും. അത് മാത്രമല്ല, നിന്റെ തറവാട്ടിലെ അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളും മാന്ത്രികപ്പുരയിലെ ഒരിക്കലും മണയാത്ത നിലവിളക്കിലെ എണ്ണയും ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. കൂടുവിട്ട് കൂടുമാറി ഈ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളെയും എൻ്റെ അടുത്തെത്തിക്കും. അയാൾ പൊട്ടിച്ചിരിച്ചു. അവിടെ ആകെ പ്രകമ്പനം കൊണ്ടു. ആ പെൺകുട്ടി ഇതൊന്നും അറിയാതെ അങ്ങനെ നിൽക്കുന്നത് പോലെ വീണ്ടും മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങിയപ്പോൾ അയാൾക്ക് മുന്നിലുള്ള എണ്ണത്തോടയിൽ നിന്നും അവൾ പതിയെ എഴുന്നേറ്റ് വന്നു. ചട്ടയും മുണ്ടും ധരിച്ച ആ ക്രിസ്ത്യാനി പെൺകുട്ടി. കളത്തിൽ അയാൾ ചമ്രം പടിഞ്ഞിരുന്നു. ഓം ഹ്രീം കാളി നമഃ, ഓം ഹ്രീം കരിങ്കാളി നമഃ. അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു തുടങ്ങി. ചന്ദ്രമനയിലെ കാരണവർ പെട്ടെന്ന് ബാഗ് തുറന്ന് കവിടപ്പലക നിർത്തി കണ്ണുകൾ അടച്ച് കരുക്കൾ നിരത്തി. ചന്ദ്രമനയിലെ മാന്ത്രികൻ പതിയെ വരാഹി മുദ്രയോടെ നെഞ്ചിലേക്ക് വിരൽ ചേർത്ത് വെച്ചു. ഓം ശ്രീ വരാഹി ദേവി നമ. പെട്ടെന്ന് ഒരു കാറ്റ് ആഞ്ഞു വീശി തുടങ്ങി. ചെണ്ടക്കാരൻ്റെ വിളക്കുകൾ അണഞ്ഞു. അയാൾ കളത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ചന്ദ്രമനയിലെ മാന്ത്രികൻ കാരണവർ അപ്പോഴും കണ്ണുകൾ അടച്ച് വരാഹി മന്ത്രങ്ങൾ ജപിക്കുകയായിരുന്നു. തറവാട്ടുകാരനവർ ആ കാഴ്ച കണ്ട് ഞെട്ടി. സർവാഭരണ വിഭൂഷിതയായി ഒരു വരാഹം, അതിൻ്റെ കണ്ണുകൾക്ക് വജ്രത്തിളക്കം. അത് ചെണ്ടക്കാരനെ നോക്കി നിൽക്കുന്നു. വെറുമൊരു പന്നിയായ നിനക്ക് ഇത്രയും അഹങ്കാരമോ? ചെണ്ടക്കാരൻ ആക്രോശിച്ചു. അയാൾ കണ്ണുകൾ അടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചെണ്ടക്കാരൻ ഒരു അസാധ്യ മാന്ത്രികൻ തന്നെ. അയാൾ എല്ലാ മന്ത്രങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ചന്ദ്രമനയിലെ കാരണവർ അത് പറയുമ്പോഴും ചെണ്ടക്കാരൻ്റെ ചുണ്ടുകൾ വിശ്രമമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോമകുണ്ടത്തിൽ അയാൾ നെയ്യും മലരും സുഗന്ധദ്രവ്യങ്ങളും ജപിച്ചു സമർപ്പിക്കുമ്പോൾ പെട്ടെന്ന് വരാഹി മാഞ്ഞു.
അയാളൊന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ചുറ്റും നോക്കി. മറഞ്ഞിരിക്കാതെ പുറത്തു വരണം. ആരും ഒന്നും മിണ്ടിയില്ല. ചന്ദ്രമനയിലെ മാന്ത്രികൻ കാരണവർ പതിയെ മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങി. ശക്തമായ പേമാരി ആരംഭിച്ചു. ഹോമകുണ്ടങ്ങൾ അണഞ്ഞു. ചെണ്ടക്കാരൻ കലികൊണ്ട് വിറച്ചു തുടങ്ങി. അയാൾ കണ്ണുകൾ അടച്ച് മന്ത്രങ്ങൾ ജപിച്ചു. അന്തരീക്ഷം മുഴുവൻ വെളുത്ത പുക നിറഞ്ഞു. പേമാരിയെ വകവയ്ക്കാതെ 2 സുന്ദരിയായ യുവതികൾ ചെണ്ടക്കാരൻ്റെ അടുത്ത് വന്നു നിന്നു. അവർ വശ്യമായി ചിരിച്ചു. അവരുടെ കയ്യിലെ ഗോളങ്ങളിൽ നിന്നും പ്രകാശം പടർന്നു തുടങ്ങി. ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന ഭീരുക്കൾ ആരാണെങ്കിലും മുന്നോട്ട് വരിൻ. തറവാട്ടുകാരനവർ ചന്ദ്രമനയിലെ മാന്ത്രികനെ നോക്കി. അയാൾക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ദേഷ്യം തീർക്കുകയാണ്. 5 മലയും കോട്ടയും 30 മുക്കോടി ദേവന്മാർക്കും മടക്കൽ വെച്ച് നമ്മളൊരു മറ സൃഷ്ടിച്ചത് അവന് മനസ്സിലായില്ല. നമ്മളെ പ്രഖ്യാപിച്ച് പുറത്തു ചാടിക്കാൻ ഒരുങ്ങുകയാണ് അവൻ. കൂടെയുള്ളത് പെൺകുട്ടികളല്ല, രക്തരക്ഷസുകളാണ്. ചുടലക്കാടുകളിലെ ഗതി കിട്ടാതെ അലയുന്ന പ്രേതങ്ങളെയും മോഹങ്ങൾ തീരാതെ പോകുന്ന പെൺകുട്ടികളെയും അവൻ രക്തരക്ഷസുകളാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷെ ആ നിൽക്കുന്ന നിങ്ങളുടെ തറവാട്ടിലെ പെൺകുട്ടി, അവളാണ് അപകടകാരി. ആ കുട്ടി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. മനുഷ്യനും യക്ഷിയുമല്ലാത്ത അവസ്ഥയിൽ ബാധിച്ചതുപോലെ. ഇനി അവളുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. തറവാട്ടുകാരനവരുടെ കണ്ണുകൾ നിറഞ്ഞു. തറവാടിൻ്റെ ഏറ്റവും സൗന്ദര്യവും ബുദ്ധിയുമുള്ള കുട്ടിയായിരുന്നു. എല്ലാവരോടും ചിരിച്ചും കളിച്ചും. ചെണ്ടക്കാരൻ പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ അവന് മുഴുവൻ സ്വാതന്ത്ര്യവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ഭഗവതി, ഒരു ദിവസം പോലും നിനക്കുള്ള വിളക്കും തിരിയും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എന്നിട്ടും എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം? തറവാട്ടുകാരൻ അവരുടെ സങ്കടങ്ങൾ ദേവിയോടായി പറഞ്ഞു തീർക്കുകയായിരുന്നു. കോവിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ചെണ്ടക്കാരൻ്റെ പൂജ നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം വെട്ടം കാണാം. ബാക്കി എല്ലായിടത്തും ഇരുട്ട്. തമ്പുരാനെ, നമുക്കല്പം വെളിച്ചം വേണം. എന്താ ഒരു വഴി? ആ രക്ഷസുകളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കിട്ടുകയും അരുത്. ചന്ദ്രമനയിലെ മാന്ത്രികന്റെ ആവശ്യം പറഞ്ഞ് അദ്ദേഹം വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷമം കണ്ട് മാന്ത്രികൻ തറവാട്ടിലെ മുത്തശ്ശനെ ഒന്ന് നോക്കി. അങ്ങ് വിഷമിക്കണ്ട. അങ്ങ് വിചാരിച്ച ഇവിടെ മാത്രം നമുക്ക് വെളിച്ചം കിട്ടും. കണ്ണടച്ച് നാഗരാജനെ പ്രാർത്ഥിച്ചോളൂ. തറവാട്ടുകാരനവർ കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അല്പസമയത്തിനകം അവിടെ ഒരു പ്രകാശം പടർന്നു തുടങ്ങി. ശ്രീകോവിലിൽ ഭഗവതിയുടെ കഴുത്തിൽ വിശ്രമിച്ച നാഗത്തിൻ്റെ തലയിൽ നിന്നും ഒരു തിളക്കം. അത് മുറിയിൽ പ്രകാശം പടർത്തി. ചുവപ്പും പച്ചയും കലർന്ന ഒരു വല്ലാത്ത നിറം. നാഗമാണിക്യം. ചന്ദ്രമനയിലെ മാന്ത്രികന്റെ നാവുകൾ ചലിച്ചു. അപ്പോൾ ഒരലർച്ച കേട്ടു. ആ കാഴ്ച കേട്ട് അവരങ്ങോട്ട് നോക്കി. ചെണ്ടക്കാരൻ അയാളുടെ കയ്യിലെ കടാര തറവാട്ടിലെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തി ഇറക്കിയിരിക്കുന്നു. പൈപ്പ് തുറന്നതുപോലെ രണം കുരുതി തീയിലേക്ക് വാർന്നൊഴുകുകയാണ്. ഹോമകുണ്ടത്തിൽ നിന്നും ഒരു കറുത്ത പുകയുയരുന്നുണ്ട്. രണപൂജ. ചന്ദ്രമനയിലെ മാന്ത്രികൻ കാരണവർ പിറുവിറുത്തു. മഞ്ഞളും കുങ്കുമവും കലർന്ന് കുരുതി വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുകയാണ് ചെണ്ടക്കാരൻ. അവൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ചെണ്ടക്കാരൻ അവളുടെ കഴുത്തിലെ കടാര വലിച്ചൂരി. ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ മുറിവ് പൂർവ്വസ്ഥിതിയിലായി. ചെന്ന് രക്തം ഊറ്റിക്കുടിച്ച് നീ നിന്റെ ദാഹം തീർക്ക്. അയാളുടെ ആജ്ഞ കേട്ടതും അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. തമ്പുരാനെ, ഈ ചെണ്ടക്കാരനേക്കാൾ പേടിക്കേണ്ടത് അവളെയാണ്. അവളിപ്പോ നിങ്ങളുടെ തറവാട്ടിലെ ആ പെൺകുട്ടിയല്ല. രക്തദാഹിയായ ആഗ്രഹ സഫലീകരണങ്ങൾ നടക്കാത്ത രക്തരക്ഷസാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അങ്ങ് സമാധാനമായിരിക്കൂ. നമുക്കെന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരാതിരിക്കില്ല. നമുക്കിവിടെ നിന്നും അവൻ്റെ കണ്ണിൽപ്പെടാതെ എത്രയും പെട്ടെന്ന് തറവാട്ടിലെത്തണം. ചന്ദ്രമനയിലെ മാന്ത്രികൻ കാരണവരെയും തറവാട്ടിലെ മുത്തശ്ശൻ കാരണവരെയും കൂട്ടി ഇരുട്ടിലേക്ക് ഇറങ്ങി. പാത്തും പതുങ്ങിയും ആരും കാണാതെയുള്ളതോ യാത്ര. തറവാട്ടിലേക്കുള്ള ദൂരം കുറച്ചേയുള്ളൂ. എങ്കിലും വഴിയറിയാതെ അവർ വലഞ്ഞു. നെഞ്ചിലെ രുദ്രാക്ഷമാല ചേർത്ത് പിടിച്ച് ഇടയ്ക്ക് ചന്ദ്രമനയിലെ കാരണവർ ജപിക്കുന്ന മന്ത്രത്തിൽ ചെണ്ടക്കാരൻ ജപിച്ച് ചെൽപ്പടിയിൽ നിർത്തിയ ഒറ്റമുലച്ചിക്ക് അടിപതറി തുടങ്ങിയിരിക്കുന്നു. ചെണ്ടക്കാരുടെ പ്രധാന ആയുധങ്ങളിലൊന്നായിരുന്ന ഒറ്റമുലച്ചി. അസമയങ്ങളിൽ വനങ്ങളിലും
വേറെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ വഴിതെറ്റിച്ച് ചെണ്ടക്കാരൻ്റെ ബലിക്കല്ലിൽ എത്തിക്കുന്ന ഒരു ശാപം പിടിച്ച യക്ഷി. നെഞ്ചിന് നടുവിലായി ഒറ്റമുലയിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ ഒറ്റമുലച്ചി എന്ന് പറയുന്നത്. ഒറ്റമുലച്ചിയും ആകാശഗന്ധർവനും എല്ലാവരും ഉണ്ട് അയാളുടെ പക്കൽ. ചെറുതായാൽ കടുകുമണിയോളം ചെറുതാവുകയും വലുതായാൽ ആകാശത്തോളം വലുതാവുകയും ചെയ്യുന്ന ആകാശഗന്ധർവൻ. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ തുടരുകയാണ്. ആകാംക്ഷഭരിതമായ മാന്ത്രിക വിദ്യകളിലൂടെയാണ് ഇനിയുള്ള അധ്യായങ്ങൾ കടന്നു പോകുന്നത്. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഒത്തിരി നന്ദി, സ്നേഹം.